ായിട്ട് പെരിന്തൽമണ്ണ മാറിയിട്ടുണ്ട്. ഇത് യാതൊരു തർക്കവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊക്കെ യൂണിറ്റിന്റെ നേതാക്കന്മാരാണ്. മണ്ഡലത്തിന്റെ പൊതുസഭ എന്ന് പറയുന്നതാണ് ഇത്. യൂണിറ്റിന്റെ ഭാരവാഹികൾ, അതായത് അവിടുത്തെ ഭരണസമിതിയാണ് ഇവിടുത്തെ പൊതുസഭ, ജനറൽ ബോഡി എന്ന് പറയുന്നത്. യൂണിറ്റിൽ നിന്ന് വരുന്ന PST ആണ് മണ്ഡലത്തിന്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ. അതിൽ നിന്നാണ് ഇതേപോലെ യൂണിറ്റുകളുടെ വലുപ്പത്തിനനുസരിച്ച് പ്രാതിനിധ്യം ഓരോ യൂണിറ്റിനും കിട്ടുന്ന രൂപത്തിൽ ഇപ്പൊ നമ്മൾക്ക് ഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടത്. അതാണ് ഇന്നത്തെ മുഖ്യ ഈ മണ്ഡലത്തിന്റെ പ്രവർത്തനത്തിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഇതേപോലെ തന്നെ ഏതെല്ലാം യൂണിറ്റുകൾക്ക് പ്രാതിനിധ്യം വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ച് അതുകൂടെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഓരോ മണ്ഡലവും ഓരോ യൂണിറ്റും ഇതേപോലെ തന്നെ കൃത്യമായിട്ട് ശക്തി പകരേണ്ട പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. യൂണിറ്റ് തലത്തിൽ നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മളെ ഏകോപന സമിതിയിൽ നമ്മൾക്ക് അംഗത്വം കിട്ടണമെങ്കിൽ ഒന്നുകിൽ പഞ്ചായത്തിന്റെ, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിന്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാർ തലത്തിലുള്ള ആധികാരിക രേഖ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നമ്മൾ അംഗത്വം കൊടുത്തിരുന്നത്. എന്നാൽ ഇന്ന് ജില്ലയും സംസ്ഥാനവും അതിൽ നിന്ന് മാറ്റി കച്ചവടക്കാരനാണോ 4 ഭരണി വെച്ച് നമ്മളെ യൂണിറ്റിന് അത് കച്ചവടക്കാരനാണ് എന്നും അവന് ഇതേപോലെ നമ്മളെ സംഘടനയിൽ അണിനിരത്തണം എന്നുള്ളത് തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് നമ്മള് യൂണിറ്റ് തലത്തില് മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് നമ്മളെ യൂണിറ്റിന്റെ ശക്തി പകരാൻ നമ്മള് യൂണിറ്റിന്റെ ഭാരവാഹികൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളൊക്കെ യൂണിറ്റിന്റെ ഭാരവാഹികളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂണിറ്റുകൾ ശക്തമാണ്, അപ്പോഴേ മണ്ഡലവും ജില്ലയും ഒക്കെ ശക്തമാണ്. നമ്മൾ അടിത്തറ എന്ന് പറയുന്നത് യൂണിറ്റുകളാണ്. അതുകൊണ്ട് യൂണിറ്റുകളിൽ ഒട്ടനവധി പദ്ധതികൾ നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയും. യൂണിറ്റ് തലത്തിൽ നമുക്കറിയാം, നമ്മൾ ചെറുകിട വ്യാപാരികളെ സഹായിക്കുന്ന, ഇപ്പൊ സാമ്പത്തികമില്ലാത്ത യൂണിറ്റുകൾ വളരെ അപൂർവമായിരിക്കും, എങ്കിലും സാമ്പത്തികമില്ലാത്ത യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഏക സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. ആദ്യം നമ്മള് ഒരു അംഗത്തെ നമ്മൾ കാണുമ്പോൾ അവര് ഒരു വർഷം നമ്മൾക്ക് നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകുന്ന നമ്മളെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന തുക ചിലപ്പോൾ 300, 400, 500 ഒക്കെ ആയിരിക്കും ഒരു വർഷത്തിൽ നമ്മളെ യൂണിറ്റുകൾക്ക് നമ്മൾ കച്ചവടക്കാരിൽ നിന്നും മെമ്പർഷിപ്പ് വാങ്ങുന്നത്. ആ തുക അവർക്ക് അവര് 50 or 60 വർഷം കച്ചവടം ചെയ്യുമ്പോൾ അവർ കൊടുത്ത ഈ തുക അവരെ മക്കൾക്ക് അവരുടെ മരണശേഷം കൊടുക്കുന്ന മറ്റുള്ള ഒരു ആനുകൂല്യങ്ങളോ നിങ്ങൾ അവരോട് പറയേണ്ട, അത് നമുക്ക് തിരിച്ചു കൊടുക്കുന്ന ഏക സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾ യൂണിറ്റിന് കൊടുക്കുന്ന പൈസ, നിങ്ങൾ ഇതേപോലെ യൂണിറ്റുകൾക്ക് വാങ്ങുന്ന പൈസ, നമ്മൾ ഓരോ അംഗത്തിൽ നിന്നും വാങ്ങുന്ന പൈസ അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ തന്നെ വേറെ ഒരു സംഘടനയിലും ഒരു കച്ചവടക്കാരനും അംഗത്വം എടുക്കില്ല. നമ്മളെ സംഘടനയിൽ തന്നെയാണ് അംഗത്വം എടുക്കുക. അതുകൊണ്ട് ആ പ്രവർത്തനം നിങ്ങൾ ഇതേപോലെ വർദ്ധിപ്പിക്കണം. അതുപോലെ ചെറുകിട കച്ചവടക്കാർക്ക് ലോൺ നൽകുന്ന രൂപത്തിൽ അതിന് ഒട്ടനവധി പദ്ധതികൾ നമുക്ക് ആരായാനുണ്ട്, നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് കുടി ഒന്നും ഇല്ലാത്ത യൂണിറ്റുകളാണെങ്കിൽ നമ്മളെ വാടക, നമ്മളെ കച്ചവടക്കാരെ വാടക നമ്മളെ കളക്ട് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അത് ഇതേപോലെ തന്നെ കെട്ടിടോടമകളുമായി നമ്മൾ സംസാരിച്ചുകൊണ്ട് നമ്മളെ സംഘടനയിൽ കൂടെ അത് നൽകുന്ന രൂപത്തിലേക്ക് കൃത്യമായിട്ട് അവർക്ക് കണക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് യൂണിറ്റുകൾ, ചെറുകിട യൂണിറ്റുകൾ, ഇപ്പോ എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രവർത്തിക്കാൻ കഴിവും അതിന് ശക്തിയുമുള്ള യൂണിറ്റുകൾ ഏറ്റവും ചെറുതാണ്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ ആ ഭാഗത്തുള്ള മുഴുവൻ കച്ചവടക്കാരെയും അവിടുത്തെ നേതൃത്വം അറിയുന്ന രൂപത്തിലാണ്. ഇപ്പൊ പെരിന്തൽമണ്ണക്ക് അത്ര അറിയാനൊന്നുമില്ല, കാരണം ഒരുപാട് വലിയ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവും, അതിന് ഒരുപാട് പാർട്ട്ണർമാരുണ്ടാവും, ഒരുപാട് മുതലാളിമാരുണ്ടാവും, അവർ ഈ നാട്ടുകാരായിരിക്കില്ല. അപ്പൊ പ്രവർത്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സംഘടനാ ശക്തി വർദ്ധിപ്പിക്കാൻ ചെറുകിട ഇവിടെ ഏതാണ്ട് ഇപ്പൊ കണക്ക് പറയുമ്പോൾ ഇതിലെ യൂണിറ്റുകളിൽ
8 യൂണിറ്റും വളരെ ചെറിയ യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ ശക്തി വർദ്ധിപ്പിക്കാൻ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് തലത്തിൽ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ യൂണിറ്റുകൾ ശക്തമാക്കും. അതുപോലെ യൂണിറ്റുകൾ ഇല്ലാത്ത കുറച്ച് തലങ്ങൾ ഇവിടെ ഉണ്ട്, അത് നമുക്കറിയാം. യൂണിറ്റുകൾ ഇപ്പോ ഇതേമാതിരി അഭ്യാസം നടക്കാതെ നാമവിശേഷമായ കുറച്ച് യൂണിറ്റുകളും ഇവിടെ ഉണ്ട്. അത് പുനർജീവിപ്പിക്കാൻ ഈ പുതിയ കമ്മിറ്റിക്ക്, പുതിയ മണ്ഡലം കമ്മിറ്റി അതിന് സാധ്യമാകും. ഈ പറഞ്ഞ പോലെ തന്നെയാണ് പഴയ കാലത്ത് മണ്ഡലം കമ്മിറ്റികൾക്ക് പ്രവർത്തിക്കാൻ ഫണ്ടില്ലാത്തൊരു ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം ഈ വർഷത്തെ ഫണ്ട് ഇപ്പൊ നമ്മുടെ ഇതേപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾക്ക് ജില്ലയിൽ നിന്ന് നിങ്ങൾ അപ്ലിക്കേഷൻ നടത്തി റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫണ്ട് പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ മണ്ഡലം കമ്മിറ്റികള് വിവിധ യൂണിറ്റുകളിൽ ഓരോ മാസവും ചേർക്കും. ഇന്നലെ തീരുമാനം എങ്ങനെയാണ്? നമ്മളെ യൂണിറ്റ് കമ്മിറ്റികള് ഇതേപോലെ തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് യൂണിറ്റിൽ പറയുന്നത് 2 മാസത്തിൽ ഒരിക്കലാണ്. എങ്കിൽ നമ്മളെ മണ്ഡലം കമ്മിറ്റികള് വിവിധ യൂണിറ്റുകളില് ഓരോ മാസവും ചേർന്നുകൊണ്ട് ഈ യൂണിറ്റുകളിലെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ വ്യത്യസ്ത യൂണിറ്റുകൾ അവിടെ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഓരോ യൂണിറ്റിലും നടന്നു, എന്തെല്ലാം നടന്നില്ല, നടക്കാത്ത യൂണിറ്റുകൾക്ക് അടുത്ത മീറ്റിംഗിലെങ്കിലും എന്തെങ്കിലും ഒരു പദ്ധതി അവിടെ ആവിഷ്കരിക്കണം തോന്നണമെങ്കിൽ വിവിധ യൂണിറ്റുകളുടെ പദ്ധതികൾ നിങ്ങൾ ഓരോ മാസവും ഓരോ യൂണിറ്റിൽ വെച്ച് അത് വിശദീകരിക്കുകയും ഇതേപോലുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുകയും ആ യൂണിറ്റിന്റെ ഇതേപോലെ തന്നെ അവിടെ പ്രവർത്തക സമിതി അവിടുത്തെ എക്സിക്യൂട്ടീവിനെ ആ യൂണിറ്റിലേക്ക് ക്ഷണിക്കുകയും ആ യൂണിറ്റിനെ ആതിഥ്യം നൽകുകയും അന്നത്തെ ചെലവുകൾ ഫുള്ളായിട്ട് ആ യൂണിറ്റ് ഏൽക്കുകയാണ്. ഇപ്പൊ ഇന്ന് പെരിന്തൽമണ്ണ യൂണിറ്റ് ആണെങ്കിൽ ഇന്ന് ഈ മണ്ഡലം കമ്മിറ്റി കൂടുമ്പോ അതിന്റെ ചെലവുകൾ ഇതേപോലെ മണ്ഡലം കമ്മിറ്റി വഹിക്കേണ്ടത് പെരിന്തൽമണ്ണ യൂണിറ്റ്. അങ്ങനെ ഇതേപോലെ പുരാമത്തോട് ചേരുമ്പോ അവിടുത്തെ അങ്ങനെ പോകുമ്പോ നമ്മൾക്ക് മണ്ഡലം കമ്മിറ്റിക്ക് പ്രവർത്തിക്കാനുള്ള ഈ ഫണ്ട് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വലിയ ശക്തി നമുക്ക് മണ്ഡലം തലത്തിൽ ഉണ്ടാക്കാൻ കഴിയും. പിന്നെ യൂണിറ്റിന് നടക്കുന്ന ഓരോ കാര്യവും മണ്ഡലത്തിന്റെ ഭാരവാഹികൾ അറിയാതെ ഒരു കാര്യം നടത്താൻ പാടില്ല. മണ്ഡലം അറിയണം, മണ്ഡലത്തിന്റെ നേതൃത്വം അറിയണം, മണ്ഡലത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ നേതൃത്വം അറിയണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ യൂണിറ്റിലും അതേപോലെ മണ്ഡലത്തിലും ഇതേ പ്രവർത്തനം നടത്തണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മണ്ഡലത്തിൽ എന്തെങ്കിലും യൂണിറ്റിൽ എന്തെങ്കിലും നടത്തുമ്പോൾ ഈ മണ്ഡലം കമ്മിറ്റിയെ അറിയിക്കണം. മണ്ഡലം കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് പ്രവർത്തനം നടത്താം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാത് മാസങ്ങളിൽ കൂടുന്ന യോഗത്തിൽ എന്റെ യൂണിറ്റിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ നടത്താത്ത യൂണിറ്റുകൾക്ക് അതിനാവേശം പകരാനും അടുത്ത തവണ എനിക്ക് എന്തെങ്കിലും നടത്തണം എന്ന് തോന്നാനും ആ യൂണിറ്റുകൾ ശക്തമാക്കാനും നമ്മൾ ആ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മൾ ഓരോ യൂണിറ്റും ഓരോ മണ്ഡലവും ഒട്ടനവധി പദ്ധതികൾ നമുക്ക് ഇനി നടപ്പിലാക്കാനാണ്. ആദ്യത്തെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ ക്ഷേമനിധിയാണ്. നമുക്കറിയാം ക്ഷേമനിധി, വ്യാപാരി ക്ഷേമനിധി ഇപ്പോൾ വളരെ ശക്തമായിട്ട് നമ്മൾ കൊണ്ടുവരണമെന്ന് നമ്മൾ ഇന്ത്യ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഡി ക്ലാസ് മെമ്പർഷിപ്പിൽ മാത്രം നമ്മൾക്ക് ഊന്നൽ നൽകിയാൽ തന്നെ നമുക്കൊരു വർഷം നമ്മൾക്ക് അടക്കേണ്ടത് 500 രൂപയാണ്. ലൈസൻസ് ഇല്ല മുഴുവൻ കച്ചവടക്കാരെയും നമ്മൾ അതില് നമ്മുടെ യൂണിറ്റിന്റെ പ്രവർത്തനമായിട്ട് അതിൽ ചേർത്തി കഴിഞ്ഞാൽ നമുക്കറിയാം 10 വർഷം കഴിയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് കിട്ടുന്ന 1600 രൂപ നമുക്ക് പെൻഷൻ ഓരോ മാസവും കിട്ടുമ്പോൾ തന്നെ ആദ്യത്തെ വർഷം കൊണ്ട് തന്നെ നമുക്ക് ലാഭത്തിന്റെ ഇരട്ടി കിട്ടും. നമ്മുടെ അടുത്തതിന്റെ തുകയുടെ ഇരട്ടി കിട്ടും. 1992 നമ്മുടെ വ്യാപാര ക്ഷേമനിധി വന്നത് 4000-ൽ താഴെ ഉറപ്പിക്കുകയാണ് ഇന്ന് കൃത്യമായിട്ട് ഡി ക്ലാസ്സിൽ അടച്ചവര് അത് ആകെ അടച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ 10 വർഷം കഴിഞ്ഞ് 92 അല്ലെങ്കിൽ 2007 മുതൽ നമുക്ക് പെൻഷൻ കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് നമ്മൾ അടച്ചതിന്റെ കണക്ക് നോക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് റുപ്യ അതിന് ഒരു വർഷം 500 രൂപ അടച്ചവർക്ക് ലാഭം കിട്ടിയത് നമ്മുടെ ക്ഷേമനിധിയിലാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ പലർക്കൊന്നും 2 പെൻഷൻ കിട്ടും, 2 പെൻഷൻ കിട്ടൂല തന്നെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പഞ്ചായത്തിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കാർഷിക പെൻഷൻ വാർദ്ധക്യകാല പെൻഷനൊക്കെ നിൽക്കാൻ പോകുന്നത് അതൊക്കെ സാമ്പത്തികത്തിനനുസരിച്ച് മാറ്റം വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പെൻഷൻ ഇത് മാത്രമായിരിക്കും. നിങ്ങളെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം നമുക്ക് പ്രായമായ കച്ചവടത്തിൽ ചിലപ്പം പെൻഷൻ കൊടുക്കാൻ നമ്മൾക്ക് സംഘടനയ്ക്ക് സാധിക്കുകയില്ല. പക്ഷെ നമുക്ക് ഇത് വാങ്ങിക്കൊടുക്കാൻ നമുക്കിപ്പോൾ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും
ലൈസൻസ് ഇല്ല കച്ചവടക്കാരൻ മുഴുവൻ ക്ഷേമനിധിയിൽ ചേർക്കണം. അതിന് നമുക്കൊരു നാട്ടുകാർ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇതേപോലെ വെള്ളപ്പൊക്കം അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നമുക്ക് ഇതേപോലെ പൈസ നമ്മൾ കഴിഞ്ഞ 2019 പ്രളയത്തിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ 3 കോടി റുപ്യ നമ്മൾ അതിന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് 1.25 കോടി റുപ്യ കോവിഡ് കാലത്ത് നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇത് നമ്മൾ ക്ഷേമനിധിയിൽ ചേർന്നാലേ നമുക്ക് ആ നമുക്ക് എന്താ നമുക്ക് ഒരു ദിവസം ഒരു 1.5 രൂപ നമ്മൾ അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് 500 റുപ്യ ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് അത് അടക്കാത്ത ബുദ്ധിമുട്ടുണ്ട്. എന്താ നമുക്ക് അതിനുള്ള പ്രയാസം? ആധാർ കാർഡിന്റെ ഒരു കോപ്പിയും ഒരു ഫോമും ഒരു ഫോട്ടോയും അയക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്തുകൊണ്ട് നമ്മളെ യൂണിറ്റുകൾ അതിന് തിരിയുന്നില്ല? നമ്മളെ സംഘടനാ പ്രവർത്തനമായിട്ട് നിങ്ങൾ ഓരോരുത്തരും അത് ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ കച്ചവടക്കാരെയും ക്ഷേമനിധിയിൽ ചേർക്കുന്ന പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു യൂണിറ്റിന്റെ ഭാരവാഹികളാണ്. നിങ്ങളത് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. പിന്നെ നമുക്ക് മറ്റുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ 10ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികൾക്ക് ഇപ്പൊ 3000 കിട്ടുന്നുണ്ട്. അതുപോലെ +2-നുള്ളവർക്ക് 5000 കിട്ടുന്നുണ്ട്. ഇങ്ങനെ മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ അത് അതിന് നമുക്ക് ലഭിക്കും. എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് വേറെ ലഭിക്കും. ഇതൊക്കെ നമുക്ക് മാത്രമല്ല, മരണപ്പെട്ട് കഴിഞ്ഞാൽ ഡി ക്ലാസ്സിലാണെങ്കിൽ 40,000 റുപ്യ നമുക്ക് ഒന്നിച്ചേർന്ന് മക്കൾക്ക് കൊടുത്തിക്കൊണ്ടിരിക്കും. നമ്മളിതിൽ ആരും ചേർക്കുന്നില്ല. അപ്പൊ അത് സംഘടനയുടെ ഒരു പ്രവർത്തനമായിട്ട് നിങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഓരോ യൂണിറ്റിന്റെ ഭാരവാഹികളും അത് ചെയ്യണമെന്നും അത് ഇതേപോലെ തന്നെ നമ്മുടെ മണ്ഡലം കമ്മിറ്റി ശ്രദ്ധിക്കണമെന്നും ഓരോ മണ്ഡലത്തിലും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, മണ്ഡല തലത്തിലും ഇതേപോലെ നമുക്ക് വനിതാ വിങ്ങും യൂത്ത് വിങ്ങും നമ്മൾ ഉണ്ടാക്കി എല്ലാ യൂണിറ്റിലും വനിതാ വിങ്ങും യൂത്ത് വിങ്ങും നമ്മൾ ഉണ്ടാക്കി അത് മണ്ഡലം തലത്തിൽ അത് ക്രോഡീകരിച്ച് മണ്ഡല യൂണിറ്റിന് വനിതാ വിങ്ങും ഇതേപോലെ യൂത്ത് വിങ്ങും നമ്മൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ യൂണിറ്റിലും വനിതാ വിങ്ങും ഉണ്ടാക്കണം, മണ്ഡല വനിതാ വിങ്ങും യൂത്ത് വിങ്ങും ഓരോ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ മണ്ഡലം തലത്തിൽ അതിന്റെ കമ്മിറ്റി വേറെ ഉണ്ടാക്കുന്നത്. അതിന്റെ പ്രവർത്തനം നിങ്ങളാണ് നടത്തേണ്ടത്. കുടുംബസുരക്ഷാ പദ്ധതി ഇപ്പോ ഈ അടുത്ത ജനുവരി വന്നാൽ നമുക്ക് 4 വർഷം തികയും. 3 വർഷം 8 മാസമാണ് ഇപ്പൊ നമുക്ക് ഈ 30-31 3 വർഷം 8 മാസമാകുമ്പോൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞത് 162 പേര് മരിച്ചപ്പോ നമ്മൾ ഓരോരുത്തർ എത്രയും കൊടുത്തത് 16,200 റുപ്യ കൊടുത്തപ്പോ 162 കുടുംബങ്ങൾ ഇവിടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കണം. നമുക്ക് 16,000 റുപ്യ നമുക്ക് അതിന് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തില് 350-400 റുപ്യയുടെ താഴെയാണ് നമ്മൾ ഒരു മാസത്തില് നമുക്ക് അതിലേക്ക് കോൺട്രിബ്യൂഷൻ ആയിട്ട് നമ്മൾ അടക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരു ദിവസത്തെ ഒരു ചായന്റെ പൈസ നമ്മൾ മാറ്റി വെച്ചാൽ നമ്മൾക്ക് ഈ 16 കോടി റുപ്യ നമുക്ക് അതിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 152 ആൾക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകൾക്ക് അതിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ താമസത്തിന് നിൽക്കുകയാണ്. ഇതാണ് കുടുംബസുരക്ഷാ പദ്ധതി. മാത്രമല്ല 1 കോടി റുപ്യന്റെ മീതെ ഇപ്പൊ നമ്മള് 2024 നമ്മൾ ഇതേപോലെ അസുഖത്തിന് കൊടുക്കാൻ തുടങ്ങിയത്. 2024 മുതൽ ഇപ്പൊ നമ്മള് ഈ 8 മാസമായപ്പോൾ 1 കോടി റുപ്യന്റെ മീതെ നമ്മൾ അതിന് അസുഖത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ യൂണിറ്റുകളില് അത് മൈനസ് ആയി പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ നമ്മള് ഓരോ യൂണിറ്റ് പ്രസിഡന്റുമാർക്കും കൃത്യമായിട്ട് എന്റെ യൂണിറ്റിൽ എത്ര ആള് അതിന് ചേർന്നിട്ടുണ്ട്, അത് എത്ര ആള് മൈനസിലുണ്ട്, എത്ര ആള് പ്ലസിലുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ നിങ്ങളെ ആപ്പിൽ കൂടെ തന്നെ നിങ്ങളെ യൂണിറ്റ് പ്രസിഡന്റുമാർക്ക് കഴിയുന്ന രൂപത്തിലാണ് ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ ട്രഷറർ ഒരാൾക്ക് തന്നെ ചുമതല കൊടുത്തുകൊണ്ട് ഇതിൽ ആരൊക്കെ അടക്കാൻ ബാക്കിയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി. ഇപ്പൊ നമുക്കറിയാം, ഒരാള് പെട്ടെന്ന് നമ്മൾ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ എന്ന് വെച്ചാൽ നിങ്ങളടക്കണം, യൂണിറ്റ് അടക്കണം. യൂണിറ്റ് അടച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് അവർക്ക് അത് ബസ്സിൽ വെച്ച് അവർക്ക് നമുക്ക് ഇതിന് നിയമമുണ്ട്. യൂണിറ്റിന് ഏത് തരം ബാധ്യത ഉണ്ടെങ്കിലും ഈ മരിച്ച പക്ഷേ ഈ 10 ലക്ഷത്തിന് കിട്ടുമ്പോ അത് കൊടുത്തോളുന്നുണ്ട്. ഇപ്പൊ അവിടെ കുഴിയിലൊക്കെ ബാലൻസ് ഉണ്ട്. ഒരാളിപ്പോ നമുക്ക് മരണപ്പെട്ടത് ഉണ്ടെങ്കിൽ ആ കുഴിയിൽ ബാലൻസ് ബാക്കി പൈസ കൊടുത്താൽ മതി. അതാണ് അതിന്റെ നിയമം.
അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം യൂണിറ്റുകൾക്ക് ഏത് തരം ബാധ്യത ഈ മരണപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അതെടുത്തു കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കടന്നു എന്ന് കഴിഞ്ഞാൽ യൂണിറ്റ് കമ്മിറ്റി യൂണിറ്റിന്റെ ഫണ്ട് എടുത്ത് കിടക്കണം, അടച്ചിട്ട് അവർക്ക് ആനുകൂല്യം കിട്ടുന്ന രൂപത്തിലേക്കാണ്. അതിന് എന്ത് വേണം, യൂണിറ്റിന്റെ ഭാരവാഹികള് കൃത്യമായിട്ട് ഓരോ ദിവസവും ആരൊക്കെ ഇതിൽ അടച്ചു എന്നുള്ളത് നിങ്ങളെ മൊബൈലിൽ കിട്ടും. നിങ്ങൾക്ക് അതിന്റെ ആപ്പ് നിങ്ങൾ കയറ്റി നിങ്ങൾ നോക്കിയാൽ ഇന്ന് എത്ര ആളില്ല യൂണിറ്റിൽ. ഇപ്പൊ 200 ആൾ ചേർന്നിട്ടുണ്ട്. ആ 200 ആളിൽ എത്ര ആള് മൈനസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അപ്പൊ അതിന് മൈനസിലേക്ക് വരാതെ പ്ലസിൽ നിർത്താൻ നിങ്ങൾ ഓരോ യൂണിറ്റിന്റെ ഭാരവാഹികളും തയ്യാറാണ്. അത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരാളും മൈനസായി പോകില്ല. നമ്മൾക്ക് ഈ ആനുകൂല്യം കൊടുക്കാനാണ് നമ്മൾ ഈ പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പലരും മൈനസായി ഇതേപോലെ പുറത്തു പോകുന്ന സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത്. പിന്നെ കൂടുതൽ ആളുകൾ നമ്മുടെ മുഴുവൻ അംഗങ്ങളെയും അതിൽ ചേർത്തിക്കൊണ്ട് നമുക്കതൊരു വലിയ പദ്ധതി കൂടെ വരുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോ ഈ പദ്ധതിയിലാണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്. നമുക്ക് 6.5 കോടി രൂപ ചെലവാ. അവിടെ ഇപ്പൊ പല പദ്ധതികളും നമ്മൾക്ക് ഇതേപോലെ ആദ്യമായിട്ട് നമ്മളവിടെ ഡയാലിസിസ് സെന്റർ, ഫിസിയോതെറാപ്പി സെന്ററാണ് ആദ്യം തുടങ്ങുന്നത്. അതിന്റെ പ്രവർത്തനമായിട്ട് ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, ഇതിൽ ചേർന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ പാവപ്പെട്ട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അവിടെ ഒട്ടനവധി പദ്ധതികൾ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിലൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിന് കൃത്യമായിട്ട് നിലനിൽക്കേണ്ടത് നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇതിന്ന് നമ്മളെ പാവപ്പെട്ട കച്ചവടക്കാർ മരണപ്പെടുമ്പോൾ അവർക്ക് ഇതേപോലെ ആനുകൂല്യങ്ങൾ കിട്ടണം. വലിയ കച്ചവടക്കാർക്ക് അതിനും വേണ്ടിയില്ല എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണ ഇപ്പൊ എനിക്കറിയാം, ഇതില് ഒരു 2-3 ആളുകൾ, ഇപ്പൊ 152 ആളുകൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോ 2-3 വ്യക്തികൾ മാത്രമാണ് ഇത് അത്യാവശ്യത്തിന് അല്ലാത്ത ആളുകൾ. ബാക്കി എല്ലാവരും, കാരണം നമുക്കറിയാം നമ്മളെയൊക്കെ സ്ഥിതി എന്താണ്, നമ്മളൊക്കെ മരണപ്പെടുമ്പോൾ എന്താണ് നമ്മളെ സ്ഥിതി നമുക്കറിയാം. അതൊന്നും ആലോചിച്ച് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ പീടിയിലൊക്കെ ഇരിക്കുമ്പോൾ മുതലാളികളായിട്ട് ഇങ്ങനെ നല്ല നാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊക്കെ അവസ്ഥ വേറെ ഒന്നാണ്. കടം കള്ളി വാങ്ങിയിട്ട് നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ട് നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അത്താണിയായിട്ട് ഈ പദ്ധതി നമ്മളെ കൂടുതലാണ്. നമുക്ക് കൂടുതലായി പല പദ്ധതികളും നമുക്ക് അതിൽ കൊണ്ടുവരാനാണ്. അപ്പൊ നിങ്ങൾ അതിന് മൈനസ് ആകാതെ അത് എപ്പോഴും പ്ലസ് ആക്കി നിർത്താതെ ഞാൻ നിങ്ങളോട് പറയാനാണ്. നിങ്ങൾ ഓരോ യൂണിറ്റിന്റെ നേതാക്കന്മാരാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. പുതിയ ആളുകളെ നിങ്ങൾ ചേർക്കണം. ചേർന്ന ആളുകൾ ഇതിൽ പോകുന്നുണ്ടോ എന്ന് നിങ്ങളുടെ മൊബൈലിൽ കൂടി സദാ നോക്കിക്കൊണ്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് സഭ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് കൃത്യമായിട്ട് അതിൽ ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് തടഞ്ഞുകൊണ്ട് അവർക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കൂടി ആ കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് നമ്മൾ പുതിയ ഒരു പദ്ധതി നമുക്കറിയാം, വൈറ്റ്സ് എന്ന് പറഞ്ഞ പദ്ധതി. വ്യാപാരി ഇൻഡസ്ട്രിയൽ ബിസിനസ് എക്കണോമിക് സൊസൈറ്റി എന്നാണ് അതിൻ്റെ. സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്ത്, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഇവിടെ മനോജിൻ്റെ റിപ്പോർട്ടിൽ വ്യാപാര മേഖലയിലുള്ള തളർച്ചയെ പറ്റി അതിൽ പറഞ്ഞു. തളർച്ച നമ്മളിങ്ങനെ തളരുകയാണ്, അതല്ലെങ്കിൽ ഓൺലൈൻ വ്യാപാരമാണ്, അതല്ലെങ്കിൽ പിന്നെ വലിയ കുത്തകകളാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് നമുക്ക് കാര്യമില്ല. മാറ്റം വരുത്താൻ എന്ത് എന്നുള്ളത് ആലോചനയിൽ നിന്നുണ്ടായതാണ് ഈ വൈബ്സ്. എങ്ങനെ നമുക്ക് മാറ്റം വരുത്തണം, എങ്ങനെ ഇതിന് പരിഹാരം കാണണം. നമ്മൾ ഓൺലൈൻ പോയിട്ട് നമ്മൾക്ക് അത് വിജയിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതും നമ്മൾ ശ്രമിച്ചതാണ്. നമ്മളിപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ തന്നെ ഇതേപോലെ ഓൺലൈനിൽ പോയാൽ എന്താണെന്നൊക്കെ നമ്മളെ ആളുകൾ അതിന് വേണ്ടത്ര വന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയും നമ്മൾ അത് ഉൽപ്പാദിപ്പിച്ചത് നമ്മളെ കച്ചവടക്കാർ വിൽക്കുകയും അതിന് ഇതേപോലെ തൊഴിലവസരങ്ങൾ നമ്മളെ മക്കൾക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് വൈബ്സ്. അത് നമ്മൾ ഇതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ഇൻഡസ്ട്രിയൽ ഹബ് നമ്മൾ ഒന്നിലൊക്കെ പത്രത്തിൽ കണ്ട് സർക്കാരിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ
ആ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിന് ആനുകൂല്യങ്ങൾ വാങ്ങി വ്യവസായ വകുപ്പുമായി ചേർന്നുകൊണ്ട് നമ്മൾ ഇതേപോലെ സ്ഥലങ്ങളെടുത്ത് അവിടെ നമ്മൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കടയിൽ വയ്ക്കുന്ന സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക നമ്മൾ നമ്മൾ ഈ നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കും നമ്മൾ തന്നെ നമ്മുടെ കച്ചവടക്കാരൻ പിന്നെ ഒട്ടനവധി ചർച്ചകളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നമ്മൾ ഇതേപോലുള്ള സാധനങ്ങൾ ഉത്പാദിപ്പിക്കുക. അതുപോലെ ഇതേപോലെ ഇപ്പൊ നമ്മള് വലിയ കച്ചവടം തുടങ്ങി അവിടെ നമുക്ക് മാറി ഇതിന് ഈ സാധനങ്ങൾ നമ്മൾ നമ്മുടെ എന്താ നമുക്ക് നമുക്ക് ലാഭം നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നാട്ടുകാർ വരും, നമ്മൾ കൊടുക്കാൻ തയ്യാറാവും. നമ്മളെ വീടിൽ കൂടെ എന്തായാലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ജോലി കിട്ടില്ലേ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് മോദിക്കത്. അങ്ങനെ ഓരോ സാധനം നിങ്ങൾ ആലോചിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് ഓരോ മണ്ഡലത്തിലും ഉണ്ടാക്കണം. അത് മണ്ഡലം കമ്മിറ്റികൾ കൃത്യമായിട്ട് ഇതിന്റെ ഓരോ മണ്ഡലത്തിലും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കേരള സർക്കാരിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും 10 ഏക്കർ തന്നെ 3 കോടി രൂപ സർക്കാരിന്റെ നമുക്ക് അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിൽ അതുപോലെ പിന്നെ കറണ്ട് വെള്ളമൊക്കെ കഴിഞ്ഞാൽ 3 കോടി രൂപ സർക്കാരിൽ നിന്ന് നമുക്ക് അതിന് സബ്സിഡി അതിന് കിട്ടുന്നത്. അതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ തീരുമാനം. ആദ്യം തുടങ്ങിയിട്ട് നമുക്ക് അവിടുന്ന് പോകണം. ഇപ്പൊ ഈ പദ്ധതി ഇപ്പൊ നമ്മൾ MDDF കുടുംബസുരക്ഷാ പദ്ധതി നമ്മൾ തുടങ്ങിയപ്പോൾ എന്തെങ്കിലും സ്ഥിതി ഒരുപാട് ആലോചനകൾ ആലോചിച്ച് തുടങ്ങിയത് 3 വർഷം നമ്മൾ അത് എങ്ങനെ നടത്തും. നമ്മളുണ്ടാക്കിയ പദ്ധതിയാണ്. വായുണ്ടാക്കിയതാണല്ലോ, അല്ലെ വേറൊന്ന് രണ്ടിനാണ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല. അതുണ്ടാക്കി ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിലുള്ള ഒരൊറ്റ ജില്ലല്ലാതെ ഒറ്റ, കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇനി എല്ലാവർക്കും അത് ഉണ്ടാക്കണം എന്ന് വന്നതോടുകൂടി കേരളത്തിലുള്ള മുഴുവൻ ജില്ലകളും ഈ കുടുംബസുരക്ഷാ പദ്ധതിയിൽ ഇപ്പൊ 10 ലക്ഷം കൊടുക്കുന്നു. നമുക്ക് മാറ്റങ്ങൾ എവിടെ നമ്മൾ തുടങ്ങിയെത്തതാണ്. അതുപോലെ നമുക്ക് മാറ്റം കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഉണ്ടാക്കണം എന്നുള്ള പദ്ധതിയാണ് നമ്മൾ വായിച്ചത്. അപ്പൊ അതില് ഓരോ മണ്ഡലത്തിലും ചുരുങ്ങിയത് 5000 ആളെ അതിൽ ചേർക്കുന്ന രൂപത്തിലാണ് ഇപ്പൊ അതിന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന്റെ പദ്ധതിയാണ്, അതിന് ഫണ്ട് കണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പൊ നമ്മൾ മാസത്തിൽ 2000 രൂപ വാങ്ങിക്കൊണ്ട് 60 മാസം കൊണ്ട് 1,20,000 രൂപ അതിൽ ഓരോ മാസം 2000 അടച്ച് നിങ്ങൾ അതും ഇതേപോലെ മൊബൈൽ ആപ്പിൽ കൂടെയാണ് നിങ്ങൾ ഈ പദ്ധതിയിലേക്ക് പണം അടക്കേണ്ടത്. അതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ ഇതേമാതിരി പിന്നെ നമ്മൾ MDDF വരും. അതിൽ കൂടെ നിങ്ങൾ അടക്കുകയും അതിൽ അംഗത്വം കിട്ടണമെങ്കിൽ ഒരു 500 രൂപ മാത്രമാണ് നമുക്ക് കയ്യിൽ അംഗത്വമായിട്ട് നമുക്ക് നഷ്ടം വരുന്നത്. ബാക്കിയുള്ള 1,20,000 രൂപ ഈ 60 മാസം കഴിഞ്ഞാൽ, അതായത് 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തോടുകൂടി തിരിച്ചു തരാൻ പറ്റുമെങ്കിൽ ലാഭത്തോടുകൂടി, അതല്ല ഇതിൽ തന്നെ നിർത്തുകയാണെങ്കിൽ ഇതിന്റെ ഭാവിയിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്ന രൂപത്തിലേക്ക് ആണ് അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ കാലയളവിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്ന് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസിന് പോയാൽ തന്നെ 1 ലക്ഷം രൂപയും, അതാ മരണപ്പെടുകയാണെങ്കിൽ 5 ലക്ഷം രൂപയും കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഓരോ മാസം 2000 രൂപ വാങ്ങുന്ന ആളുകളെ നമ്മൾ ചേർത്തി. ഇപ്പൊ എന്റെ യൂണിറ്റിൽ ഇപ്പൊ ഡയാലിസിസ് സെന്ററൊക്കെ ഈ പദ്ധതി നടത്തിയിട്ടാണ് ഞങ്ങൾ 2 കോടി രൂപ ഞങ്ങൾക്ക് ചെലവാണ്. ആ 2 കോടി രൂപ ഈ ഇതേപോലെ ഇന്ത്യ യൂണിറ്റിൽ മാത്രം 1300 ആളെ ഞങ്ങൾ ചേർത്തി. ഇപ്പൊ 2ാം ഘട്ടം തുടങ്ങാൻ കൊടുക്കാനായി ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ 2ാം ഘട്ടം തുടങ്ങാൻ പോകും. പദ്ധതികൾ നമ്മൾ ഓരോ യൂണിറ്റ് തലത്തിലുണ്ടാക്കണം. നമ്മളെ സംഘടനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ കുടുംബസുരക്ഷാ പദ്ധതി പലരും ഇവിടെ നടത്തി, നമുക്കറിയാം പരാജയപ്പെട്ടു. നമ്മക്കേ കഴിയുള്ളൂ, നമ്മൾക്ക് ഈ സംവിധാനമുള്ളൂ. നമ്മളെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി ഏറ്റവും പിന്നെ വിപുലമായിട്ട് ജില്ലാതലത്തിൽ നമ്മൾക്ക് നടത്തി കാണിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായി കൊണ്ടാണ് ആ പദ്ധതി നമ്മൾ തുടങ്ങുന്നത്. ഇവിടെ എല്ലാവരും എല്ലാ യൂണിറ്റുകളും ജില്ലാ ആളുകൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഈ അംഗങ്ങൾക്കാണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ സുഹൃത്തുക്കളെ നമ്മൾ വലിയ അസുഖമില്ലാത്ത ആളുകളെ ചേർക്കണം. കാരണം എന്തായാലും നമ്മുടെ ലാഭത്തിൽ നിന്നാണ് ഈ പോവുക. നമുക്ക് 5 ലക്ഷം മരണപ്പെട്ട് കൊടുക്കുന്നത് നമ്മൾക്ക് കിട്ടുന്ന ഇതിനോട് ബിസിനസ് ചെയ്യാൻ കിട്ടുന്ന ആ ലാഭത്തിൽ നിന്നാണ് നമ്മൾ 5 ലക്ഷം പോവുക. അതുകൊണ്ട് ചേർക്കുമ്പോൾ തന്നെ വലിയ അസുഖമുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് 60-65 വയസ്സ് വരെയുള്ള ആളുകളെ ചേർക്കാനും പാടും.
അതിനെന്താ കാരണം വെച്ചെങ്കിൽ ഇതില് ചില ഇൻഷുറൻസ് കമ്പനികളുമായൊക്കെ ഞങ്ങൾ ചില ടൈപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് ചില മരണമൊക്കെ വരികയാണെങ്കിൽ അവർ തരുന്ന രൂപത്തിൽ അപ്പൊ ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് അതിന്റെ പ്രായം 65 നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിപ്പോ ഞാൻ പറയാം, പിന്നെ 65 വയസ്സാണ് പൊതുവെ. പിന്നെ ഇതേമാതിരി നമ്മളെ പ്രവർത്തകര്, അതായത് നമ്മള് ഇപ്പൊ കുടുംബ സുരക്ഷാ പദ്ധതി എന്തൊക്കെയാണ്, കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നമ്മള് 60 വയസ്സാണ് കുടുംബ സുരക്ഷാ പദ്ധതി. പക്ഷെ തുടക്കത്തില് കാരണം ഈ പദ്ധതികളൊക്കെ നമ്മൾ ഇതേപോലെ ഈ സംഘടനയ്ക്ക് വേണ്ടി ഇതേപോലെ പ്രായമായ ആളുകൾ തിരിപ്പൊച്ച് നന്നാക്കി ഉണ്ടായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ അന്ന് 71 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് കണ്ണിമ്പൽ അവിടെ ജിപ്പിങ്ങുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണ്ട. പക്ഷെ വേറൊരു കാര്യത്തിൽ ചില ഇൻഷുറൻസുമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ ഇതേപോലെ ഇൻഷുറൻസ് പദ്ധതിയിൽ അവർ ചേർക്കാൻ കഴിയും കൂടി നമ്മൾ ആദ്യം പറയാണ്. ചിലപ്പോ 70 വയസ്സായിരിക്കണമെങ്കിൽ നമ്മൾക്ക് ആ ഇൻഷുറൻസ് അത് ഞാൻ ആയിരിക്കുന്നെങ്കിൽ ആയിരിക്കുന്നെങ്കിൽ നമ്മൾക്ക് ആ ഇൻഷുറൻസ് പദ്ധതി ചിലപ്പോ അദ്ദേഹത്തിന് അത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളെ ഇൻഷുറൻസ് കമ്പനിയുമായി പ്രായം അതിൽ വളരെ വ്യക്തമായിട്ട് അതിന്റെ അപേക്ഷ ഫോമിൽ അതിന്റെ നിയമാവലി അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിയമാവലി അത് നമ്മള് സൊസൈറ്റി ആക്ട് രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി ആക്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഓരോ ഉറുപ്പിയും നമുക്ക് വേറെ GST ഇപ്പൊ നമ്മള് 10 ലക്ഷം കൊടുക്കുന്നത് ഓരോ ഉറുപ്പി ആദ്യം പോകും. നമ്മള് 10 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം ഉറുപ്പിക്ക് ഇൻകം ടാക്സ് കൊടുക്കണം. അതൊന്നുമില്ല പദ്ധതികളാണ്. അതേപോലെ ഒരു പദ്ധതിയാണ്. നിങ്ങൾ ഓരോ യൂണിറ്റും കഴിയുന്നത്ര ആളുകൾ അതിന് ചേർക്കണം. ഇപ്പൊ 100 ഫോം എല്ലാവർക്കും തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ജില്ലയിൽ ഇതേപോലെ ഫോമുകൾ നിങ്ങൾ വാങ്ങിയിട്ട് ഈ മണ്ഡലം ഒരു 5000 ആളുകളെ അതിൽ ചേർത്തുകൊണ്ട് ഈ പദ്ധതി വിപുലമായിട്ട് നമുക്ക് മണ്ഡലം തലത്തിലേക്ക് വന്ന് നമ്മുടെ എല്ലാ മണ്ഡലത്തിലും ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോഴാണ് ഒരു വലിയ പ്രവർത്തനമായിട്ട് അത് വരും, ഒരു വലിയ സംഭവമായിട്ട് മാറും. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സംഭവം നാട്ടിലുണ്ട്. നമ്മൾ ഉത്പാദിക്കുക ഇപ്പൊ നമ്മളെ ചോദിച്ചു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട്. അതുപോലെ നമ്മളെ വീടിയിൽ വരുമ്പോൾ നമ്മൾ വ്യാപാരിന്റെ ഒരു സാധനം കൊടുക്കുന്നത്. നമ്മള് വൈബ്സ് എന്ന് പറഞ്ഞാണ് പേരിട്ട് ഇങ്ങനെ വൈബ്സിന്റെ സാധനമാണ് വെളിച്ചെണ്ണ കൊടുക്കുന്ന വൈബ്സാണ്. അതിന്റെ ക്വാളിറ്റി നമ്മൾ നമുക്ക് ലാഭം കൂടുതൽ കിട്ടും. നമ്മളെ സാധനമാണ്, നമ്മളാണ് വിൽക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ അത് കൂടുതൽ മാർക്കറ്റ് നമുക്കുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് നമ്മളെ കയ്യിലാണ്. ഏത് ടൗണിലും നമുക്ക് നോക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അപ്പൊ എന്നോട് പറഞ്ഞു ആയിക്കത്തെ പിന്നെ അങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതൊക്കെ മൂപ്പരുന്നതിന് എന്നോട് പറഞ്ഞു. അപ്പോ ആ കച്ചവടമൊക്കെ ഇതിലെ ഒരു ബ്രാൻഡ് അല്ല, അത് വെറുതെ പറയല്ല, ഒരു ബ്രാൻഡ് ഇതില് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് നമ്മളെ കച്ചവടക്കാർക്ക് തന്നെ നമ്മൾ വിറ്റാൽ നമ്മൾക്ക് എന്താ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും. നമ്മളെ കുട്ടികൾക്ക് ജോലി, നമ്മളെ കുട്ടികൾക്ക് ജോലി. ഇപ്പൊ നമ്മൾ വിദേശത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ കുട്ടികൾക്ക് ജോലി. നമ്മളിപ്പോ വേറൊരു കട പറഞ്ഞതിന് പകരം നമ്മളാ മുതൽ തീരു മുടക്കി കഴിഞ്ഞാൽ ഇതേപോലെ എല്ലാ ലൈസൻസുകളും ഈ പിന്നെ കഴിഞ്ഞ മീറ്റിംഗിൽ നിങ്ങൾ എക്സിക്യൂട്ടീവിൽ വന്ന ആളുകൾക്ക് അറിയാം. അതിന്റെ ഇൻസ്പെക്ടർ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിങ്ങൾക്കറിയാം. എല്ലാം ഒറ്റ ഏകജാലകത്തോടു കൂടി നമുക്ക് ലൈസൻസ് രൂപത്തിലാണ് അതിന്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മണ്ഡലം കമ്മിറ്റി കൂടുതൽ ആളുകളെ ഇതേപോലെ ഓരോ യൂണിറ്റിലും അതിന് ചേർത്തുകൊണ്ട് നമുക്ക് ആ പദ്ധതി വിപുലമാക്കണം. അതിൽ നിന്ന് ലാഭത്തിനനുസരിച്ച് അത് ബിസിനസ്സാണ്. അതുകൊണ്ട് അതിൽ ലാഭം കിട്ടുന്ന രൂപത്തിലേക്ക് ആയിരിക്കണം നമ്മളുടെ പ്രവർത്തനം എന്ന് മാത്രമാണ് എനിക്ക് ആ കാര്യത്തിൽ. ബാക്കി കാര്യങ്ങളൊന്നും ഇപ്പോഴൊക്കെ പറയാൻ സംഘടനാ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇപ്പൊ നമുക്ക് നമ്മളെ റിപ്പോർട്ടില് ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമുക്ക് സംസ്ഥാന ജില്ലാ തലത്തിലൊക്കെ നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ പ്ലാസ്റ്റിക് നിരോധനം അതുപോലുള്ള കാര്യങ്ങളിൽ കറണ്ടില് പിന്നെ ഹെൽത്തിന്റെ അതിൽ നമ്മൾ പുകവലി പാടില്ല എഴുതിയിട്ടില്ലെങ്കിൽ ഫൈന്, ഫീസ് കൊണ്ടുപോയി ഫൈന്, ഇതിനൊക്കെ സംഘടനാ തലത്തിൽ നമ്മൾക്ക് ഇനി ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മളെ ഒരു വലിയ ശക്തിയാണ് എങ്കിൽ തന്നെ നമ്മളാരും കാണുന്നില്ല. നമ്മളെ ഇവിടുത്തെ ഒരു ആശീർവാദം തിരിഞ്ഞു നോക്കുന്നതന്നെയല്ല. നമ്മള് വലിയ കൂട്ടർ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല.
നമ്മൾ ഈ എന്താണ് നമ്മളെ വലിപ്പം നമുക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് ഇനി നമ്മൾക്കൊരു മാറ്റം വരുത്തണം. നമുക്ക് നമ്മൾ പറയുന്നോട്ട് കുത്തുന്ന ഒരു രൂപം നമുക്ക് ഉണ്ടാകണം. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതല്ലെങ്കിൽ അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ, അതല്ലെങ്കിൽ അടുത്ത നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശക്തിയായിട്ടുള്ളത് നമ്മൾ ഏതാണ്ട് 48ഓളം മണ്ഡലങ്ങൾ 5000-ൽ താഴെ വോട്ടിന് ജയിച്ച എംഎൽഎമാർ അവിടെ നമ്മളെ വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം നമുക്ക് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന ആശയമൊക്കെ വിളിച്ചിട്ട് നമ്മളെ സഹായിക്കും കച്ചവടക്കാരനെ ഉണ്ടാവുന്ന ബോധം നമുക്ക് അങ്ങനെ ചില പ്രവർത്തനമൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ജയിക്കാനാവില്ല, നമുക്ക് ചിലർ തോൽപ്പിക്കാനാവും. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് രാഷ്ട്രീയമായി ചിന്തിച്ചാൽ മതി. നിങ്ങൾ ചിന്തിച്ചു വന്നാൽ മതി, നിങ്ങൾ ചെയ്യണ്ട. ഞങ്ങൾ ഇന്ന പാർട്ടിക്ക് അതല്ലെങ്കിൽ ഞങ്ങളെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്നത് ചെയ്യും എന്നുള്ള രൂപത്തിലൊരു തോന്നൽ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയും. അതല്ലെങ്കിൽ മന്ത്രിമാരൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് മന്ത്രിമാർ ഇപ്പം ഉണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് ഇപ്പം നമ്മൾക്ക് ഒരു മന്ത്രാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയായിട്ട് വന്നിരുന്ന ഇവിടെ പഞ്ചായത്ത് മന്ത്രിയായി നമ്മൾ വിളിച്ച് തിരിഞ്ഞ നോക്കിയിട്ടില്ല. ഇപ്പോൾ കുറേ ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെ അതിന് മാറ്റം വരുത്തണമെങ്കിൽ നമ്മളെ ശക്തി കാണിക്കുന്ന രൂപത്തിലൊക്കെ കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ അതിൻ്റെ രാഷ്ട്രീയ സമയം നമ്മൾ പാസ്സാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ അടിത്തട്ടിൽ നിന്ന് അതിൻ്റെ പണി തുടങ്ങേണ്ടതുണ്ട്. അടുത്ത പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ നിർത്തേണ്ടി വരും, ചിലരൊക്കെ നമ്മൾ തോൽപ്പിക്കേണ്ടി വരും, ചിലരൊക്കെ നമ്മൾ ജയിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ ഇവിടെ വരും. ആ വരുന്ന രൂപത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമ്മളെ കാര്യങ്ങൾ ഇപ്പം ഇവിടെ ഇറങ്ങിപ്പോകുമ്പോൾ ഇവരൊക്കെ നമ്മൾ കാര്യത്തിലേക്ക് വരുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ സംസാരിച്ച് നിർത്തുകയാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഏതെങ്കിലും കാര്യത്തിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്. ഞാൻ ഏതായാലും പിന്നെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പെരുന്തൽമണ്ണ ഇങ്ങനത്തെ യോഗം വളരെ ശക്തമായിട്ട് കൂടാൻ ഇതിൻ്റെ കമ്മിറ്റി കഴിഞ്ഞു. അതുപോലെ തന്നെ വീണ്ടും ഇവർക്ക് ഈ ശക്തി നിങ്ങൾ നാളെ ഫണ്ട് നല്ലോണം ഉണ്ട്, സമുദായ ചെലവാക്കാതെ വരുന്നതുകൊണ്ട് അവർ ഇനി ഇതേതരം പൈസ ഇനിയും നമുക്ക് ജില്ലയിൽ നിന്ന് അടുത്ത കൊടുക്കും. അതുകൊണ്ട് ഫണ്ട് നല്ലോണം ഉണ്ട്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ഓരോ മണ്ഡലം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് മറ്റേ മണ്ഡലം ഇപ്പോൾ ഇതിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ ഫണ്ടിന്റെ കാര്യത്തില് കോട്ടങ്ങളെ മണ്ഡലം കോട്ടക്കൽ മണ്ഡലമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ വലിയ യൂണിറ്റുള്ള സ്ഥലങ്ങളാണ് അത്ര മോശക്കാരാണെന്ന് പറയാം. ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾ വേക്കിൽ തന്നെയാണ്, അത് പറയാതിരിക്കാറില്ല. അതുകൊണ്ട് അതിന് അതും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 കോടി രൂപയാണ് നമ്മളിപ്പോൾ നമുക്കൊരു 1.5 കോടി രൂപ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത എക്സിക്യൂട്ടീവ് കൂടിയിട്ട് എങ്ങനെയൊക്കെ ചെലവഴിക്കണം എന്നുള്ളത് എല്ലാവരും കൂടി കൂട്ടി തീരുമാനിച്ച് നമുക്കൊന്നിച്ച് വയനാട് പോയിട്ട് ക്യാമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച് ചെയ്യണമെന്നാണ് ജില്ലാമതിയിൽ നമ്മളെ പ്രസിഡന്റിന് ഇവിടെ ഉദ്ഘാടനത്തിന് പ്രസിഡന്റ് വരേണ്ടതായിരുന്നു. പ്രസിഡന്റിന് ഇതിനെ പ്രസിഡന്റ് കയ്യിൽ ചെറിയ അസുഖമുള്ളവർ ഇന്ന് കോഴിക്കോട് ഡോക്ടറെ കാണാൻ പോയത് കൊണ്ടാണ് പരിപാടി ഉദ്ഘാടനത്തിന് വരാതെ. ഏതായാലും ഇവിടെ പരിപാടി വളരെ ഭംഗിയായി നടത്തിയ മണ്ഡലം കമ്മിറ്റിയോട് വിവിധ യൂണിറ്റുകൾ എല്ലാ നേതാക്കന്മാർക്കും യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്.